Let's do this mission. നമ്മളെ cameraman കിച്ചാണ്. Let's do this mission. Okay, come on. Okay, കിച്ചാണി, ഓടിക്കോ. Yes, very good കിച്ചാണി. Hello guys. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും ഒരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ പൂപ്പൽ 2025 പൂപ്പൽ നടന്ന 2025 മാത്രമല്ല എല്ലാ വർഷങ്ങളിലെയും പൂപ്പൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ സ്ഥലത്ത്. പൂപ്പൽ ഇവിടെ കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യാനല്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, ഈ പാർക്ക് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ. പാർക്ക് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും നമ്മുടെ മനസ്സ് വലുതായതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കിച്ചാണിയാണ് നമ്മളുടെ മെയിൻ താരമായിട്ട് വന്നിട്ട്. ഹലോ കിച്ചാണി. അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് കിച്ചാണി വിജു, ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ എക്സ്പ്ലോറേഷൻ എന്തൊക്കെ? നമ്മൾ ഇവിടുത്തെ എല്ലാ റൈഡിലും കയറി നമ്മൾ എടുക്കുന്നു. അതെ, ഈ ഭാഗത്തെ എല്ലാ റൈഡിലും കയറി നമ്മളൊരു പുളി പൊളിക്കവരാണ്. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ കാണുക, ഇവിടെ നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യമുണ്ട്. ഒരു ട്രെയിനിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇവിടെ എക്സ്പോയ്ക്കായി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം, എങ്കിലും ഈ വീഡിയോയുടെ ഫൈനൽ പാർട്ടിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടവരെ ഞങ്ങൾ കാണിക്കുന്നതാണ്. അല്ലേ ചാണി? സോ എല്ലാവരും അവസാനം വരെ കാണണം. വെരി വെരി എക്സൈറ്റിംഗ് ആണ് ഈ വീഡിയോ. ഓക്കെ, യെസ്, അത്രയും രസിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് തവള റൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാ കുട്ടികൾക്കും ഇന്ന് കിച്ചാണി പഠിപ്പിച്ചിരുന്നു. കമോൺ കിച്ചാണി. തവള റൈഡ് എല്ലാ പാർക്കിലും കാണാവുന്ന ഒരു റൈഡാണ്. ഇത് എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു റൈഡ് കൂടെയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കാരണം എനിക്ക് പറ്റിയൊരു റൈഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ. വളരെ കഠിനമായിട്ടുള്ള പരിശ്രമം. അപ്പോൾ കിച്ചാണി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങുന്നത് എനിക്കൊരു പ്രതീക്ഷയില്ല. എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ആരും അത് വീട്ടിൽ ട്രൈ ചെയ്യാം. അതുകൊണ്ട് ടവള റൈഡ് സൂക്ഷിച്ച് കിച്ചാണി ആദ്യം ഇറങ്ങിയ പോലെ തന്നെ ഇറങ്ങാൻ പോകണം. ഓക്കെ, ഒരിക്കലും ഈ സ്ലൈഡ് കൂടെ ഓടി മേലേക്ക് കയറാതിരിക്കുക, കാരണം അത് വീഴാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ആണ്. ഓക്കെ കിച്ചാണി വരൂ. ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് മാത്രമല്ല, കുറേ മൃഗങ്ങളെയും നമ്മളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കാണിക്കുന്നതാണ്. ഇത് വളരെ രസത്തിലാണ് ഇവിടുത്തെ വേസ്റ്റ് ബാസ്കറ്റ് സജ്ജി കഴിച്ചു വെച്ചിട്ട്. പിന്നെ ഞാൻ ഇവിടെ പറയുന്നത് ഈ വീഡിയോ പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അധികവും കുട്ടികൾ മാത്രമേ ഈ വീഡിയോ കാണാൻ ശ്രമിക്കൂ. ഓ, ഇവിടുത്തെ സീറ്റൊക്കെ കണ്ടാൽ തന്നെ ഇരിക്കാൻ തോന്നുന്ന ടൈപ്പ് സീറ്റാണ്. കിച്ചാണി, നമുക്ക് ഇത്രയും മെല്ലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും റെഡി ആവില്ല. അതുകൊണ്ട് കിച്ചാണി ഇത്തിരി സ്പീഡാവുന്നതായിരിക്കും നല്ലത്. അമ്മ അച്ഛനോട് ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ ഇതൊരു പ്രത്യേക കാര്യമാണ്. കയറുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു കയറണം. ഓ, കിച്ചാണി അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാനിത് റിസ്ക് എടുക്കുന്നില്ല, കാരണം ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള റൈഡായതുകൊണ്ട് തന്നെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും. അത്രയും ചെറിയ റൈഡാണ്. ഓക്കെ കിച്ചാണി,
പ്രൊഡക്റ്റിന്റെ റിവ്യൂ എടുക്കാണ്ട് റൈഡ് കാണിച്ചിട്ട് പോവാന്ന്. ഇനി നോക്കി ഇതാ പിന്നെ ഇത് വരും. എല്ലാ പാർക്കിലും സാധാരണയായിട്ട് കാണുന്നതാണ്. ഇതാണ് എനിക്ക് ഇത്തിരി കൂടി റയറും റാൻഡം ആയിട്ട് തോന്നുന്നത്. ഇത് എല്ലാ പാർക്കിലും സാധാരണയായിട്ട് കാണുന്ന ഒരു റൈഡാണ്. ഓക്കെ ചാണി ഒന്ന് കറങ്ങും. ഇത് കുറച്ച് ടക്കിന് വെച്ചിട്ടുള്ള ഒരു റൈഡാണ്. വളരെ രസം കൂടിയാണ്. എനിക്ക് പറയാം ഇത് കയറാനായിട്ട് ചാണി മെനക്കെടുകയാണ്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ താഴെ വീഴും. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കുട്ടികൾക്ക് ബൈക്ക് കൊണ്ടിരിക്കും. എല്ലാം പറ്റും, എല്ലാം പറ്റും. കിച്ചണി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ അപ്പോൾ ലെഫ്റ്റ് റൈഡിലോട്ട് പെട്ടെന്ന് 100 ലോസിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, 100 ലോസിന് ഉദാഹരണങ്ങളാണ് പാർക്കിൽ കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കുക എന്നുള്ള ഒരു ഉദാഹരണം. ഓക്കെ, അടുത്തതായിട്ട് ഏത് റൈഡാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അതിന് മുമ്പ് ഇവിടെ റാൻഡമായിട്ട് ഒരു പാർക്കിൽ കൊടുക്കാത്ത ഒരു സാധനം കൊടുത്തു. അതെന്തിനാ കൊടുക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ട്. ഇവിടെ ഞാൻ കുറേ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഏകദേശം 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കിച്ചാണ്ട് കാര്യം. കിച്ചാണി നിനക്ക് കിച്ചാണി ഒരു മിനിറ്റ്, ഞാനും വരാം. ഈ റൈഡ് പിന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമാണ്. ഈ റൈഡിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും ഞാൻ പിന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാനായി കുട്ടികൾക്ക് മഴയൊക്കെ വരുമ്പോ കുട്ടികൾ ഇവിടെ ചിലപ്പോ കളിച്ചു. പക്ഷെ എന്തായാലും മഴ എത്തി വരും ഇത് കളിക്കുന്നത്. ഇവിടെ മെല്ലെ പോയാൽ മതി. സ്പീഡ് പോയി ഇങ്ങനെ ചവിട്ടുള്ളൂ. വെരി നൈസ്. വെരി നൈസ്. ഇവിടെ എന്തിനാ സീറ്റ് കൊടുത്തത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ചിലപ്പോൾ കുട്ടികൾ ഇവിടെ കളിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഓക്കെ കിച്ചാണി എന്നെ വിലക്കുറു. ഞാൻ വരുന്നില്ല. യു ക്യാരി ഓൺ. ഓ അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. ഇതൊക്കെയല്ലേ ഒരു പക്ഷെ അടിച്ചു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമായിട്ട് രസം. ഇവിടെ പടി, ഇവിടെ ഇറക്കം. ഇവിടെ ഇറങ്ങുമ്പോ ഇത്തിരി ഇത് കാരണം ഇത് വളരെയധികം ചെരിവോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്യാമറ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇനിയാണ് നമ്മളുടെ ലാസ്റ്റ് വൺ. ഞാൻ പറഞ്ഞ പോലത്തെ ട്രെയിനിന്റെ ഒരു ഭാഗം. സോറി ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിൽ പറ്റിച്ചിരിക്കുകയാണ്. ഇത് ഒറിജിനൽ ട്രെയിനിന്റെ ഭാഗമല്ല. ഇത് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചൊന്നാണ്, മരം വെച്ചിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ കയറി നോക്കാം. ആദ്യത്തെ ഫ്ലോർ, ഇത് രണ്ടാം ഫ്ലോർ അല്ല, രണ്ടാമത്തെ ഫ്ലോർ. ആകെ 3 ക്യാബിൻ നടക്കുന്ന ഈ ട്രെയിൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വളരെ ചെറിയ കുട്ടികൾ ഇത് ഒറിജിനൽ ട്രെയിനിന്റെ ഭാഗമായിട്ട് ആണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ ചാണി വാ, നമുക്ക് ഡ്രൈവറിന്റെ ഭാഗം. അപ്പൊ നമ്മൾ ലോക്കോ പൈലറ്റ് ഭാഗം. ഇതാണ് ബ്ലൂ ബെൽ സസ്പെൻസ്. ഇതാണ് നമ്മളെ ഇത് ഡ്രൈവിംഗ്. ഞാനാണ് ഇവിടുത്തെ ട്രെയിൻ ഡ്രൈവർ. ഓക്കെ, നമുക്ക് ട്രെയിനിന്റെ മുൻ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതാ നല്ല മരത്തൊരു കപ്പിയും. അപ്പൊ ഇതിന് മുന്നോട്ടത്തെ സ്റ്റാറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നെറ്റൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടാണ് അവരുണ്ടാക്കിയത്. എന്തായാലും എനിക്ക് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായി ഇനിയും വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ വരുന്നു. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട്. ചേട്ടൻ ഓക്കെ ഓക്കെ ബൈ.